നമസ്കാരം. 2024 ഏപ്രിൽ 8 സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. 126 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സൂര്യഗ്രഹണം ഇനി സംഭവിക്കുക. 50 വർഷത്തിനിടയിൽ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണമായ സൂര്യഗ്രഹണമാണ് ഈ ദിവസം സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ജ്യോതിഷപരമായി നാം നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നു. അപൂർവമായ സൂര്യഗ്രഹണം ആയതുകൊണ്ട് തന്നെ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഒരു ജീവിതം മാറി മറിയുന്ന രീതിയിലുള്ള ചില ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ ഗ്രഹണം മൂലം വന്ന് സംഭവിക്കുക എന്ന് വിശദമായി മനസ്സിലാക്കാം. ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നക്ഷത്രങ്ങളെ കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ സമയം ഗ്രഹണം മൂലം ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതിനാൽ തന്നെ സന്തോഷവും സൗഭാഗ്യവും ജീവിതത്തിലേക്ക് സദാ വന്ന് ചേരുകയും ചെയ്യാം. സാമ്പത്തികപരമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിൽ സാമ്പത്തികപരമായി തുണയ്ക്കുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. നിങ്ങൾ നിക്ഷേപിക്കുന്നതായ പണത്തിന് വലിയ ലാഭം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യേണ്ട കാര്യം തന്നെയാകുന്നു. ലോൺ, ചിട്ടി തുടങ്ങിയവ ലഭിക്കാനുള്ള സാധ്യത, അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗ്രഹണസമയം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഗ്രഹണശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സന്തോഷം കാക്ഷിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ വന്നു ചേരും. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സന്തോഷം നൽകുന്നതായ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെ വന്ന് ഭവിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് ഭാഗ്യം കൂടി തുണയ്ക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ശുഭകരമായ സമയമാണ് ഇത്. ഗ്രഹണശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. പല മാറ്റങ്ങളും അത് നിങ്ങൾക്ക് അനുകൂലമാകുന്ന മാറ്റങ്ങൾ ഈ സമയം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം മൂലം ഇത്തരത്തിൽ ഗുണകരമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്ന കാര്യവും ഓർക്കുക. എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സംരക്ഷിക്കുന്നതായ ഒരു സമയമായി മാറും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ അത് പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ മാറ്റങ്ങൾ കടന്നു വരുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. കൂടാതെ ജീവിതത്തിൽ പ്രധാനമായും സന്തോഷം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് പഠനം, ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് അനുകൂലമായി ഭവിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം നിറയുന്നതാകുന്നു. അതിനാൽ സന്തോഷം പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും നിറയുന്നു എന്ന കാര്യവും ഓർക്കുക. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ മാറ്റങ്ങളും വിവാഹത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അനുകൂലമാണ് ഈ സമയം. ഭരണി നക്ഷത്രക്കാർ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ സമയം വളരെയധികം ഉയർച്ച നേടാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്.
തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. മികച്ച രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ ഈ സമയം കടന്നു വരാം. ഈ സമയം സൂര്യഗ്രഹണം അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. എല്ലാ വിധത്തിലും സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്തോഷത്തിൻ്റെതായ മാറ്റങ്ങൾ, സന്തോഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായ മാറ്റങ്ങൾ ഈ ഗ്രഹണശേഷം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. സന്താന സൗഭാഗ്യത്തിനുള്ള സാധ്യതയുമുണ്ട്. രോഗശമനം ഉണ്ടാവുകയും പല കാര്യങ്ങളും കൃത്യമായി തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കുകയും സന്തോഷം വർദ്ധിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം കൂടി തുണയ്ക്കും. ഈ സമയം മികച്ച സമയമാണ്. കൈവിട്ട് കളയരുത് എന്ന് തന്നെ പറയാം. ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതായ സമയം. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാനും വിദേശത്ത് നിൽക്കുവാനുമുള്ള അവസരങ്ങൾ ഈ സമയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കാവുന്നതാണ്. ഈ ഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ധനലാഭം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ പരാധീനതകളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. വളരെ കാലമായി നടക്കാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സമയമാകുന്നു. ഈ സമയം രോഗാവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് വളരെ വേഗം മോചനം ലഭിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല രീതിയിലുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഗ്രഹണശേഷം കാര്യങ്ങൾ മാറും എന്ന് തന്നെ പറയുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കും. കലാകായിക മേഖലകളിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വിജയങ്ങൾ കണ്ടെത്തുവാൻ, അത് ബിസിനസ് പരമാണ് എങ്കിലും അതേപോലെ തന്നെ തൊഴിൽപരമാണ് എങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം. പല വഴികളിലൂടെയും ധനം വന്നു ചേരുവാനും ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുമുള്ള അവസരങ്ങളും നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കാൻ സാധിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം. ഈ ഗ്രഹണ സമയം നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ കടന്ന് വരുന്നു എന്നതാണ് വാസ്തവം. ഗുണഫലങ്ങൾ ഒന്നൊന്നായി അനുഭവത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മാതാപിതാക്കളുടെ ആഗ്രഹം പോലും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ തന്നെ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരാറുകൾ പുതുക്കി ലഭിക്കുവാനും പുതിയ കരാറുകൾ ലഭിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. കലാരംഗത്ത് അംഗീകാരങ്ങൾ തേടിയെത്തുവാൻ സാധ്യത കൂടുതലായി ഉള്ള സമയം. ഈ സമയം നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കലാരംഗത്തു നിന്നും തേടിയെത്തും. ധനപരമായ നേട്ടങ്ങൾ, പ്രശസ്തി, അവസരങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ്. സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം നിങ്ങൾക്ക് സന്തോഷവും അതേപോലെ തന്നെ ജീവിതത്തിൽ സമാധാനവും നൽകുന്ന കാര്യങ്ങളായി മാറും. രേവതി നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഈ സമയം ഏറ്റവും അനുകൂലം തന്നെയാകുന്നു. പല വഴികളിലൂടെയും ധനം വന്നു ചേരുവാനും ശുഭകരവുമായ വാർത്തകൾ കേൾക്കുവാനും സാധ്യത കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം.